+2 എക്കണോമിക്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ ഇക്കണോമിക്സിന്റെ രണ്ടാമത്തെ ഭാഗമാണ് ഇന്നത്തെ ക്ലാസ്സിൽ. ഒന്നാമത്തെ ഭാഗത്ത് വ്യത്യസ്തമായിട്ടുള്ള നിർവചനങ്ങൾ, എന്തൊക്കെയാണ് ഒരു സമ്പദ്വ്യവസ്ഥയുടെ കാതലായ പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങളെ എങ്ങനെയാണ് വിവിധ സമ്പദ്വ്യവസ്ഥകൾ പരിഹരിക്കുന്നത് തുടങ്ങിയവയെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അതായത് what are the different definitions, what are the central problems of an economy and how different economies solve these problems. എന്നാൽ ഇന്നത്തെ വീഡിയോയില് നമ്മൾ പുതിയൊരു ഭാഗം, അതായത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, 4 മാർക്കിനൊക്കെ വരുന്നതാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ, PPF. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് PPC എന്നും പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയറിന് PPF എന്നുമാണ് ചുരുക്കത്തിൽ അറിയപ്പെടുന്നത്. അപ്പൊ എന്താണ് PPC? ഇത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ്, വിച്ച് ഈസ് യൂസ്ഡ് ടു റെപ്രസെന്റ് ദ സെൻട്രൽ ഇക്കണോമിക് പ്രോബ്ലംസ്. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള മെയിനായ പ്രശ്നങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക ഉപകരണമാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നേരത്തെ നമ്മൾ പറഞ്ഞു ഈ സെൻട്രൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹും ടു പ്രൊഡ്യൂസ് എന്നിവയാണെന്ന്. അതായത് പ്രോബ്ലം ഓഫ് അലോക്കേഷൻ, പ്രോബ്ലം ഓഫ് ചോയ്സ് ഓഫ് ടെക്നോളജി ആൻഡ് പ്രോബ്ലം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഈ പ്രശ്നങ്ങളെ നമ്മൾ സംഖ്യാരൂപത്തിലൊക്കെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊരു ആണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഉപയോഗിക്കുന്നതെന്ന്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഇസ് ദ ലോക്കസ് ഓഫ് പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ആൻ എക്കോണമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ദ ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി എന്ന്. അതായത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ ലഭ്യമായ വിഭവങ്ങളും സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന രണ്ട് സാധനങ്ങളുടെ വ്യത്യസ്തമായിട്ടുള്ള ചേരുവകളെ യോജിപ്പിച്ചു വരയ്ക്കുന്ന ഒരു രേഖയാണ് ഉൽപാദന സാധ്യതാ വക്രം. ഇവിടെ കോമ്പിനേഷൻസ് എന്ന് പറഞ്ഞാൽ ചേരുവകള്, ടു ഗുഡ്സ്, അതായത് ഒരു എക്കോണമിയിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കാരണം ഒരു സമ്പദ് വ്യവസ്ഥയിൽ ധാരാളം ഗുഡ്സ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, പക്ഷേ നമ്മളുടെ എക്സ്പ്ലനേഷനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് രണ്ട് ഗുഡ്സ് മാത്രമേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള രണ്ട് ഗുഡ്സിന്റെ, ഗുഡ് 1 എന്നോ ഗുഡ് 2 എന്നോ ഒക്കെ പേര് കൊടുക്കാൻ പറ്റിയ വിധത്തിലുള്ള രണ്ട് ഗുഡ്സിന്റെ ഡിഫറന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മളിവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലൂടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഈ കർവിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് OX ആക്സിസില് ഗുഡ് 1നെയും OY ആക്സിസില് ഗുഡ് 2നെയും റെപ്രസെന്റ് ചെയ്തിട്ടാണ്. A മുതൽ E വരെ ഡിഫറന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഓഫ് കോമ്പിനേഷൻസ് കാണാം. A എന്ന പോയിന്റില് ഗുഡ് 2ഉം ഗുഡ് 1ഉം ഉണ്ട്. അതേപോലെ തന്നെ B പോയിന്റിലും Cയിലും Dയിലും ഒക്കെ തന്നെ ഗുഡ് 1ന്റെയും ഗുഡ് 2വിന്റെയും ഡിഫറന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് കാണാം. അപ്പൊ ഇത്തരത്തിലുള്ള കോമ്പിനേഷൻസിനെ A, B, C, D ആൻഡ് E എന്ന് പറയുന്ന ഡിഫറന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിനെയാണ് നമ്മൾ PPC കർവിലൂടെ കാണിക്കുന്നതെന്നാണ്. അതാണ് PPC കർവിന്റെ പ്രത്യേകത. ഇനി ഈ PPC കർവിനെ നമ്മൾ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു ടേബിൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിൾ എന്നാണ് പറയുന്നത്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി ടേബിളിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ടേബിളിൽ നമ്മൾ രണ്ട് സാധനങ്ങളുടെ പേരുകളാണ് എഴുതിയിട്ടുള്ളത്. ഒന്ന് റൈസ് ആണ്, മറ്റൊന്ന് വീറ്റ് ആണ്. ആൻഡ് വേരിയസ് പോസിബിലിറ്റീസും ഉണ്ട്. പ്രൊഡക്ഷൻ പോസിബിലിറ്റീസ് A, B, C, D ആൻഡ് E ഇങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഉൽപാദന സാധ്യതകളുണ്ട്. ലഭ്യമായ വിഭവങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റൈസിന്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വീറ്റിന്റെ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, വീറ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. എന്നാൽ റൈസിന്റെ അളവ് കുറയ്ക്കുന്നതിനനുസരിച്ച് വീറ്റിന്റെ ഉൽപാദനം കൂട്ടാനായിട്ട് സാധിക്കും. എന്നാൽ ഈ എന്ന് പറയുന്ന പോസിബിലിറ്റിയിൽ ഉള്ള വിഭവങ്ങൾ മുഴുവനായിട്ടും വീറ്റിന്റെ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ റൈസിന്റെ ഉൽപാദനം ഉണ്ടാവില്ല.
എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന്റെ കൂടുതൽ അളവ് ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മറ്റൊരു സാധനത്തിന്റെ അളവിനെ എന്ത് ചെയ്യേണ്ടി വരുന്നു, കുറയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതാണ് ഈ ടേബിളിൽ നമ്മൾ കാണുന്നത്. ഇനി അവിടെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് വസ്തുക്കളുടെയും സെറ്റ്സ് ആണ്. അതായത് ഗുഡ് 1ന്റെയും ഗുഡ് 2ന്റെയും ഓരോ തരത്തിലുള്ള കോമ്പിനേഷൻസ് ആണ്. അവിടെ 10-0 അല്ലെങ്കിൽ 0-10, 1-9, 2-7, 3-4, 4-0 ഈ പറയുന്ന വിധത്തിലുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസിനെയാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഭാഗത്ത് നമ്മൾ അത് സംഖ്യകൾ കൊടുത്തിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നു. എക്സ് ആക്സിസിൽ 0 മുതൽ 6 വരെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. വൈ ആക്സിസിൽ 0 മുതൽ 11 വരെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ പറയുന്നു റൈസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ടേബിളിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കർവ് വരച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കർവില് 10 യൂണിറ്റ്സ് റൈസ് ആയിരുന്ന സമയത്ത് 0 യൂണിറ്റ് വീറ്റ് ആണെന്നും അതേപോലെ 4 യൂണിറ്റ് വീറ്റ് ആയിരുന്ന സമയത്ത് 0 യൂണിറ്റ് റൈസ് ആണെന്നും അതിന്റെ ഇടയിൽ 3 യൂണിറ്റ് വീറ്റ് ആകുമ്പോൾ 4 യൂണിറ്റ് റൈസും 2 യൂണിറ്റ് വീറ്റ് ആകുന്ന സമയത്ത് 7 യൂണിറ്റ് റൈസും അതേപോലെ 1 യൂണിറ്റ് വീറ്റ് ആകുമ്പോൾ 9 യൂണിറ്റ് റൈസും ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കോമ്പിനേഷൻസ് ഇവിടെ കാണുന്നു. AE എന്ന് പറയുന്നത് PPCയുടെ കർവാണ്. PPC കർവാണ് AE. A, B, C, D and E are the various production possibilities. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ പ്രോബ്ലംസ്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള PPCയെ ഉപയോഗിച്ച് എങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്, അതായത് കാതലായ പ്രശ്നങ്ങളെ പ്രസന്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു ഗ്രാഫ് ഉപയോഗിച്ച്. അപ്പം അവിടെ നമുക്ക് P എന്ന് പറയുന്ന ഒരു PPC കർവും P' എന്ന് പറയുന്ന മറ്റൊരു PPC കർവും ഉണ്ട്. ആദ്യത്തെ PPC കർവിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, അതായത് P കർവിന്റെ പ്രത്യേകത അത് ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് സൂചിപ്പിക്കുന്നത്. എന്നാൽ P' എന്നുള്ളത് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്. അവിടെ എക്കോണമി എന്താകുന്നു എന്നാണ്, ഗ്രോത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയ്ക്ക് വളർച്ച ഉണ്ടാകുന്നു അല്ലെങ്കിൽ വിഭവങ്ങൾക്ക് വളർച്ച ഉണ്ടാകുന്നു എന്നുള്ളതാണ് P' എന്നുള്ളത് കൊണ്ട് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇത് രണ്ടും കൂടാതെ മറ്റൊരു പോയിന്റ് അവിടെ ഉണ്ട്, U എന്ന് പറയുന്ന പോയിന്റ്. ഈ U എന്ന പോയിന്റിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഉള്ള ലഭ്യമായ വിഭവങ്ങൾ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ ഒന്നും പൂർണ്ണമായും ഉപയോഗിക്കാതെ അപൂർണമായി ഉപയോഗിക്കുന്ന ഒരു പോയിന്റാണ് U എന്ന് പറയുന്ന പോയിന്റ്. അപ്പം ഈ 3 രീതിയിൽ, അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും ഫുൾ ആൻഡ് എഫിഷ്യന്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസും ഗ്രോത്ത് ഓഫ് റിസോഴ്സസും 3 എണ്ണമായിട്ട് പ്രത്യേകമായിട്ട് കാണിക്കുന്നതാണ് ഇതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പം ഇവിടെ എന്താ സംഭവിച്ചു വെച്ചാൽ P കർവ് P' കർവിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക ചെയ്തത്. അത് എപ്പോഴാണ്? വെൻ ദ എക്കോണമി ഗ്രോസ് എന്നാണ്. ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ്, ഇൻക്രീസ് ഇൻ റിസോഴ്സസ് ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. വിഭവങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിലുള്ള വിഭവങ്ങൾക്ക് വളർച്ചയുണ്ടായിട്ടുണ്ട് എന്ന്, അതല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥ ഒന്നാകെ വളർച്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് P' കർവിന്റെ പ്രത്യേകത. അപ്പൊ ആ P' കർവ് എന്ന് പറയുന്നത് നേരത്തെ ഉണ്ടായിരുന്ന കർവിന്റെ റൈറ്റ് വേർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ആ കർവിന്റെ റൈറ്റ് വേർഡ് ഷിഫ്റ്റ്, വലതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അത് ക്വസ്റ്റ്യൻ എങ്ങനെയാണ്, വാട്ട് ഹാപ്പൻസ് വെൻ PPC ഷിഫ്റ്റ് റൈറ്റ് വേർഡ് എന്ന്. എന്താണ് സംഭവിക്കുന്നത്? PPC കർവ് റൈറ്റ് വേർഡായിട്ട് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു എന്ന്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? അവിടെ
ഗ്രോത്ത് ഓഫ് ദി എക്കോണമിയാണ് കാണിക്കുന്നത്, അതല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് ആണ് കാണിക്കുന്നത് കേട്ടോ. അപ്പൊ ഗ്രോത്ത് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ ഗ്രോത്ത് ഓഫ് ദി എക്കോണമിയാണ് ദ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് ദ PPC ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സൂചിപ്പിക്കുന്നത്. വലതുഭാഗത്തേക്കുള്ള PPC കർവിന്റെ മാറ്റം അല്ലെങ്കിൽ ചാട്ടം അത് മൊത്തം സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയെ കാണിക്കുന്നതാണ്. അപ്പൊ ഇത്രയാണ് നമ്മൾ PPCയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ ഇത്രയും നേരം ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് അഥവാ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണെന്നും അതിനൊരു ഡെഫിനിഷൻ നൽകുകയും ചെയ്തു. പിന്നെ അതുകൂടാതെ അതിന്റെ ഗ്രാഫ് കർവ് പോസിബിലിറ്റി കർവ് വരയ്ക്കുകയും ടേബിളിലൂടെ അത് റെപ്രസെന്റ് ചെയ്യുകയും അതിനാവശ്യമായിട്ടുള്ള ഒരു ഗ്രാഫ് വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എന്താണ് ഉൽപാദന സാധ്യതാ വക്രം. ഈ ഉൽപാദന സാധ്യതാ വക്രത്തിന് ഗ്രാഫ് ഉപയോഗിച്ചും അതേപോലെ അത് ടേബിൾ ഉപയോഗിച്ചും റെപ്രസെന്റ് ചെയ്തു. കൂടാതെ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസിനെയും ഗ്രാഫിക്കലായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം നന്നായിട്ട് പഠിക്കുക. താങ്ക് യു ആൾ. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ.